വയനാട്ടിൽ ലോറി ഡ്രൈവറും ഹോംഗാർഡും തമ്മിൽ സംഘർഷം. കൽപ്പറ്റ ജനമൈത്രി ജംഗ്ഷനിലാണ് സംഭവം. ഹോംഗാർഡ് കല്ലെറിഞ്ഞെന്നും മർദ്ദിച്ചെന്നും ആരോപിച്ച് ലോറി ഡ്രൈവർ കോഴിക്കോട് സ്വദേശി സോനു ചികിത്സ തേടി. എം കമലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. കമൽ, യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? ഹോംഗാർഡിന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ടോ? അനശ്വര, ഹോംഗാർഡിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ലഭ്യമായിട്ടില്ല. അതേസമയം ഈ ലോറി ഡ്രൈവർ പൂർണ്ണമായും ഹോംഗാർഡിനെ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. അതായത് വലിച്ചിറക്കി മർദ്ദിച്ചു, ലോറിയുടെ ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് ഈ ഡ്രൈവർ സോനു ഉന്നയിക്കുന്നത്. പോലീസ് ഇതിനെക്കുറിച്ച് പറയുന്നത് കൈനാട്ടി ബൈപ്പാസ് ജംഗ്ഷനിൽ വെച്ച് പോലീസ് ലോറി ടൗൺ വഴി പോകാൻ പാടില്ല, ബൈപ്പാസ് വഴി പോകണമെന്ന് നിർദ്ദേശിച്ചു. വകവയ്ക്കാതെ സോനു ലോറിയുമായി നിരോധിത സമയത്ത് ടൗണിൽ കൂടെ പോയി. ചുങ്കം ജംഗ്ഷനിൽ വെച്ച് വീണ്ടും പോലീസ് തടഞ്ഞെങ്കിലും വാഹനം തിരിച്ചു വിടാനോ ഒന്നും തയ്യാറാകാതെ നിങ്ങൾ പറ്റുന്നത് പോലെ ചെയ്യൂ എന്ന് പോലീസിനോട് പറഞ്ഞ് വാഹനം എടുത്തു പോവുകയായിരുന്നു. അങ്ങനെ പോലീസ് അറിയിച്ചതനുസരിച്ചാണ് ഈ ഹോംഗാർഡ് ജനമൈത്രി ജംഗ്ഷനിൽ വെച്ച് വാഹനം തടഞ്ഞത്. അപ്പോഴും സോനു ഹോംഗാർഡിനോട് തട്ടിക്കരയും വാഹനത്തിൽ നിന്ന് എന്തോ എടുത്ത് എറിയുകയും ചെയ്തു എന്നൊക്കെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ. പക്ഷേ സോനു ആശുപത്രിയിൽ ചികിത്സ തേടി. എന്തായാലും ലോറിയുടെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്, അത് ഹോംഗാർഡ് എറിഞ്ഞു പൊട്ടിച്ചു എന്നാണ് ഈ ഡ്രൈവർ ആരോപിക്കുന്നത്. ശരി, കമലാണ് വിശദാംശങ്ങൾ നൽകിയത്.